ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ അപ്രകാരമുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്കയാണ്. സ്തോത്രം. ഞാൻ പ്രിയ സ്റ്റീഫനോട് ചോദിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രിയ സ്റ്റീഫൻ റോയിയോട് ചോദിക്കുന്നു, നിന്റെ സമീപത്തിൽ നിൽക്കുന്ന മെറിൻ ഈപ്പൻ എന്ന ഈ യുവതിയെ നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഭാര്യയായി സ്വീകരിക്കാൻ വിശുദ്ധന്മാർക്ക് അനുയോജ്യമായ ഒരു കുടുംബജീവിതം നയിക്കാനും നീ ആഗ്രഹിക്കുന്നുവോ? മരണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും താഴ്ചയിലും ഉയർച്ചയിലും മാനത്തിലും അപമാനത്തിലും ഇങ്ങനെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പരിസ്ഥിതിയിലും നീ അവളെ സ്നേഹിച്ചും പോറ്റി പുലർത്തിയും സംരക്ഷിച്ചും ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടമകളും നിർവഹിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുന്നുവോ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രിയ മെറിനോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന സ്റ്റീഫൻ റോയി എന്ന യുവാനെ നിന്റെ വിവാഹ ജീവിതത്തിൽ ഉടമ്പടിയുടെ ഭർത്താവായി സ്വീകരിക്കാനും മരണം നിങ്ങളെ വേർതിരിക്കുന്നത് വരെ ധന്യമായ ഒരു കുടുംബജീവിതം നയിക്കാനും തീരുമാനിക്കുന്നുവോ? മരണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും താഴ്ചയിലും ഉയർച്ചയിലും മാനത്തിലും അപമാനത്തിലും എന്റെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പരിസ്ഥിതിയിലും നീ അവനോട് ചേർന്നിരുന്ന് വിശ്വസ്തത പുലർത്തി ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിച്ചുകൊള്ളാമെന്ന് തീരുമാനിക്കുന്നുവോ? അവരിരുവരും അവരുടെ പരസ്യമായ തീരുമാനം അറിയിച്ചതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൊതുസഭ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിന്റെ നോട്ടീസ് വായിച്ചപ്പോൾ സമ്മതം അറിയിച്ചു. അവരിരുവരും പരസ്യമായി അവരുടെ സമ്മതം അറിയിച്ചു. ആകയാൽ ഈ വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവരോട് ഇന്ന് പകൽ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും വേർവരുവാൻ കാരണമായ പിതാവിന്റെ സന്നദ്ധിയിൽ ഒരു വിശുദ്ധ കുടുംബം ഉടലെടുക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ അവരോടുള്ള ബഹുമാന സൂചകമായി ദൈവദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുകയും ഗായക സംഘം ഒരു പാട്ട് പാടുകയും ചെയ്യും. in the
സ്റ്റീഫൻ, പ്രിയ മെറിൻ, ഇന്നുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് മാതാപിതാക്കന്മാരുള്ള ബന്ധത്തിൽ നിങ്ങൾ ജീവിച്ചു. ഇന്ന് നിങ്ങൾ വലങ്കരങ്ങൾ കൊടുത്ത് ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയുമായി കുടുംബജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരുങ്ങി ദൈവസഭയിൽ വന്നിരിക്കുന്നല്ലോ. ഈ ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് കർത്താവിൻ്റെ വരവോളം വിശ്വസ്തയോട് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ദൈവത്തിൻ്റെ സഹായവും കൃപയും നിങ്ങൾക്ക് ദൈവം തരേണ്ടതിന് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് ദൈവസഭയിൽ മൗനമായി പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ സമയം ഓഡിയൻസ് എല്ലാം ഞാൻ ആദ്യം ഓർമ്മിച്ച പോലെ അവരിന്ന് പകൽ വലങ്കരങ്ങൾ കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതം നയിക്കപ്പെടുമ്പോൾ ഒരു മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്യേണ്ടതിന് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. മറ്റുള്ള ദൈവമേ സ്റ്റീഫന് വേണ്ടി പ്രാർത്ഥിക്കുക, വീരപ്പനവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ മാതാപിതാക്കൾ അവരെ ദൈവഭയത്തിലും കൃപയിലും വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവർ ജീവിക്കുന്നുണ്ട്. മനുഷ്യലേഖനായിരിക്കും നന്നല്ല എന്ന് കണ്ട ദൈവം അവർക്ക് രണ്ടുപേർക്കും ഇന്ന് പകൽ കർത്താവേ ഒരു കുടുംബജീവിതം നൽകാൻ പോകുന്നതിനാൽ സ്വർഗം പ്രസാദിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ച സർവശക്തനായ ദൈവം ഇവരെ ഇരുവരെയും സംയോജിപ്പിക്കുമാറാകട്ടെ. ആദ്യം പ്രിയ സ്റ്റീഫൻ, പിന്നീട് പ്രിയ മെറിനും പറയണം. സ്റ്റീഫൻ പ്രിയ മെറിൻ്റെ മുഖത്ത് നോക്കി മെറിനോടും, മെറിൻ മുഖത്ത് നോക്കി സ്റ്റീഫനോടുമാണ് ഉടമ്പടിവാദം ചെയ്യുന്നത്. അത് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സുഖമാണ്. വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്റ്റീഫൻ റോയിയാകുന്ന ഞാൻ, മെറിൻ ഈപ്പനാകുന്ന നിന്നെ ഇന്ന് ഈ സമയം മുതൽ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ വാത്സല്യ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് പോലെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും താഴ്ചയിലും ഉയർച്ചയിലും മാനത്തിലും അവമാനത്തിലും ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന എല്ലാ പരിസ്ഥിതികളിലും ഞാൻ നിന്നെ സ്നേഹിച്ചു, പോറ്റി പുലർത്തിയും സംരക്ഷിച്ചു ഒരു ഉത്തമ ഭർത്താവായി എന്റെ കടമകൾ നിർവഹിച്ചുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവസഭയുടെയും അവന്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് ഉറപ്പായി ഉടമ്പടി ചെയ്തോളൂ. ഈ ഉഭയസമ്മതം പാലിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ ഉഭയസമ്മതത്തിന്
ഇവിടെ കൂടിയിരിക്കുന്ന ഏവരും സാക്ഷികൾ. ഈപ്പനാകുന്ന ഞാൻ, സ്റ്റീഫൻ റോയി ആകുന്ന അങ്ങേ, ഇന്ന് ഈ സമയം മുതൽ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ വാത്സല്യ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സൗഭാഗ്യത്തിലും താഴ്ചയിലും ഉയർച്ചയിലും മാനത്തിലും അപമാനത്തിലും എന്റെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പരിസ്ഥിതികളിലും ഞാൻ അങ്ങയോട് ചേർന്നിരുന്ന വിശ്വസ്തത പുലർത്തി കീഴ്പ്പെട്ട് അനുസരിച്ച് ഒരു വിശ്വസ്ത ഭാര്യയായി എന്റെ കടമകൾ നിർവഹിച്ചുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവസഭയും അവന്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉറപ്പായി ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. യുവസമ്മതം പാലിപ്പാൻ കർത്താവിനിക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവവും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരും ഇതിന് സാക്ഷികൾ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഒരു വിശുദ്ധ കുടുംബം ഈ ഭൂമിയിലൂടെ എടുക്കുവാൻ സ്വർഗത്തിലെ വലിയ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രിയ സ്റ്റീഫനെയും മെറിയനെയും കർത്താവേ, നീ അവിടുന്ന് യോജിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവരിന്ന് മുതൽ കർത്താവേ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ട എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും നൽവരങ്ങളും തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും ആരോഗ്യവും കഴിവും ദൈവകൃപയും കർത്താവേ നീ നൽകണമേ. ഒരു ഉത്തമ ഭർത്താവിന് വേണ്ട എല്ലാ നൽവരങ്ങളും ശിവന്റെ മേൽ ദൈവം പകരുവാൻ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ നൽവരങ്ങളും ഈ നിന്റെ മകളുടെ മേൽ പകരുവാൻ കർത്താവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മേലാൽ അവർ രണ്ടല്ല ഒരു ദേഹമത്ര എന്ന അങ്ങുര ചെയ്തല്ലോ. അവയെ ആ രണ്ടാത്മാക്കളെ ദൈവം യോജിപ്പിച്ചതിനാൽ സ്തോത്രം. അവര് ദേശത്തും കുടുംബത്തിലും അമേധായികളും മാതൃകയോട് ജീവിച്ച് ധന്യമായിട്ട് നയിപ്പാൻ അവർക്ക് സഹായിക്കണം. പ്രാർത്ഥനകളിലൂടെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഇവർ വയസ്സമനം ചെയ്ത് ഭാര്യഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു. ആയതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരമോ പരപ്രേരണയാലോ യാതൊരു കാരണവശാലും ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുവാൻ പാടുള്ളതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട ഈശോ മിശിഹായി ഭൂമിയിലായിരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് ചില സംശയങ്ങളുമായി യേശുവിന്റെ അടുക്കൽ വന്ന പരീശന്മാരോട് യേശു പറഞ്ഞതായ ചില മറുപടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് പരസ്യമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രിയ ഇപ്പോൾ പരസ്യമായി വായിക്കും. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിലവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കുന്നു. നിങ്ങൾ വായിച്ചു കേട്ടല്ലോ. നിങ്ങൾ വലക്കരകൾ കൊടുക്കുന്നു. ഇവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ പറയണം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വധൂവരന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില ദൈവജന ഭാഗങ്ങൾ ഇപ്പോൾ ദൈവദാസന്മാർ ക്രമത്തിൽ വായിപ്പാനായിട്ട് ഇടയായിത്തീരും. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെ വാക്യം, 1 പത്രോസ് 3-ന്റെ 1 മുതൽ 7 വരെ വാക്യങ്ങൾ ഇപ്പോൾ വായിക്കും. അതിനുശേഷം ആശംസയായിട്ട് 128-ാം സങ്കീർത്തനം വായിക്കും. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 2 തൊട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കും. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെടുകയും ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അതിഥേയത്തിന്റെ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുകയും. ലേഖനം 5-ാം അധ്യായം 22 മുതൽ 32 വരെ. ഭാര്യമാരെ ഭർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവായി ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ട് ഇരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ സാഹചര്യത്തിൽ കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവരുടെ അതിനോടുകൂടിയ ജലസ്നാനത്താൽ വെളിപ്പാകെ വിശുദ്ധീകരിക്കുന്നതിന് കരാച്ചുകൊണ്ട് മുതലായൊന്നുമില്ലാതെ സഭയെ ശുദ്ധീകരിച്ചുമായി തനിക്കുന്നതിന് അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു. ആരും തന്നെ കിടത്തി വരുന്നാൾ ഭാര്യയില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിൽ അവയവമില്ലല്ലോ. അവൻ നിമിത്തം ഒരു മനുഷ്യനെ പണിയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ ഓരോരുത്തരും താങ്കളുടെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി
അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ.